നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണി പോലീസിന് തലവേദനയാകുന്നു. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്താൻ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി ഗൗരവത്തിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചു. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്ന നിഗമനത്തിലാണ് ഇന്റലിജൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കുന്നത് മെയ് 2-നാണ്. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി എത്താനിരിക്കെയാണ് തുടർച്ചയായി തലസ്ഥാനത്ത് ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. വ്യാജ ബോംബ് ഭീഷണി പോലീസിനും തലവേദനയാകുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി ഗൗരവത്തിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന് വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൽ ഏറിയ പങ്കും തലസ്ഥാനത്താണ്. 2 ആഴ്ചയ്ക്കിടെ തിരുവനന്തപുരത്ത് മാത്രം 13 തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സന്ദേശങ്ങൾ വരുന്ന ഇമെയിൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിനും അതൃപ്തിയുണ്ട്. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്നാണ് ഇന്റലിജൻസ് വിഭാഗം കണക്കാക്കുന്നത്. ഇന്നലെ രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഔദ്യോഗിക വസതി ഉൾപ്പെടെ 4 ഇടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇതിലും കൃത്യമായ ഉറവിടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കണക്കിലെടുത്ത തലസ്ഥാനത്തെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.